ഹായ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മതപരിവർത്തനം നടക്കുന്ന നമ്മുടെ ഇന്ത്യയിലെ ഒരു 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 എന്താ പറയുക, ജനാധിപത്യ രാജ്യത്ത് നടക്കുന്നൊരു ഒരു നോർമൽ പ്രൊസീജിയർ മാത്രമാണ് മതപരിവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ, എങ്ങനെയാണ് മതപരിവർത്തനം, എന്തിനാണ് മതപരിവർത്തനം, എന്തിനു വേണ്ടി മതപരിവർത്തനം നടത്തണം, ഒരു മതം വിട്ട് വേറെ മതത്തിലേക്ക് പോകണം. അപ്പം പൊതുവേ ഒരു മതപരിവർത്തനം നടക്കുന്നത് ഹിന്ദുക്കളിലാണ്. അതായത് ഹിന്ദുക്കളിൽ നടക്കാൻ കാരണം ഹിന്ദുക്കൾ ഒരുപാട് പാവങ്ങളുണ്ട്. കൂടാതെ ഈ ജാതിപരമായിട്ട് കുറേ മാറ്റങ്ങളുണ്ട്. അതായത് തട്ടുകളായി തിരിച്ചേക്കുക ഹിന്ദുമതത്തിന് മതമില്ലാതെ വേറെ കാര്യം. പക്ഷേ എന്നാലും അതിലുള്ള നമ്മൾ കോമണായിട്ട് പറയുമ്പോൾ ഹിന്ദുമതം എന്ന് പറയുന്ന മതത്തിലുള്ള ആ ഒരു ജാതീയമായ തട്ടുകൾ, ഇപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നായർ, നമ്പൂതിരി, ഈഴവ, ചോവര്, കുറവര്, പുലയർ, അങ്ങനെ തട്ടാക്കി വെച്ചേക്കാണ്. അപ്പം അവർക്ക് മുന്നോക്കം പിന്നോക്കം ഒന്നും അവരെ തന്നെ തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ പോയാലും വിഭാഗമുണ്ട്, ആന്ധ്രയിൽ പോയാലുണ്ട്, മഹാരാഷ്ട്ര പോയാലും, എല്ലായിടത്തും ഓൾ ഇന്ത്യയിൽ അങ്ങനെ ഒരു ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു തട്ട്, അത് ജാതിത്തട്ടുകളുണ്ട്. മതത്തിനപ്പുറം ജാതിത്തട്ടുകളുണ്ട്. ഈ ജാതിത്തട്ടുകളുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ, അതായത് ഈ അതിൽ കുറച്ച് പാവങ്ങളായിട്ടുള്ള, അപ്പോൾ എല്ലാം ജാതിയിലുള്ളതാണെങ്കിലും പാവങ്ങളായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തി അവരെ കൺവേർട്ട് ചെയ്ത് മതം മാറ്റി ക്രിസ്ത്യാനിയോ മുസ്ലിമോ അല്ലെങ്കിൽ മറ്റ് മതങ്ങളിലേക്ക് മാറ്റുകയാണ്. പൊതുവേ ഇന്ത്യ നടക്കുന്നത് ക്രിസ്ത്യൻ കൺവേർഷനാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ വാർത്തകൾ കാണാറുണ്ട്, പള്ളിയിലച്ചനെ അറസ്റ്റ് ചെയ്തു, പാസ്റ്ററെ അറസ്റ്റ് ചെയ്തു, UP അറസ്റ്റ് ചെയ്തു, ഉത്തരാഖണ്ഡിൽ നിന്ന് അറസ്റ്റ് ചെയ്തു, ഒഡീസിൽ നിന്ന് അറസ്റ്റ് ചെയ്തു, ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തു. ഇതൊക്കെ കഴിയുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ പാസ്റ്റർമാരെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പം ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിൽ മാത്രമാണ് ഈ ഒരു കൂടുതൽ വിഷയം നടക്കുന്നത്, അതായത് കേരളത്തിൽ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലുള്ള അതായത് കേരളത്തിലെ പള്ളികളിൽ പഠിച്ചിറങ്ങിയ പാസ്റ്റർമാരും പള്ളി ആൾക്കാരുമാണ് ഈ ഓൾ ഓവർ ഇന്ത്യയിൽ നടന്ന് മതപരിവർത്തനം നടത്തുന്നത്. ഈവൻ മണിപ്പൂരിൽ പോലും പ്രശ്നം ഉണ്ടായ കേരളത്തിൽ നോക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള പാസ്റ്റർമാരോ കേരളത്തിലെ പള്ളി വെച്ചന്മാരാണ് അവിടെ മാനേജ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഇവരവിടെ പോയി അവിടുത്തെ ട്രൈബ്സിനെയും അവിടുത്തെ ആൾക്കാരെ കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനിയാക്കുന്നു. അപ്പോൾ ഓക്കെ, ഒരാളൊരു മതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് അവരുടെ ഇതാണ്, അവർക്ക് അത് തോന്നി, അവർ ആ ദൈവത്തിൽ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഒരു ദൈവം എടുത്ത് മറ്റൊരു ദൈവത്തിലേക്ക് മാറി ഈ ദൈവമാണെന്നല്ലാതെ വിശ്വസിച്ചു, അത് പേഴ്സണൽ കാര്യമാണ്, അതവർ ചെയ്യുന്നത്. പക്ഷേ ഇവർ ചെയ്യുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ മതപരിവർത്തനം നടത്തി മതം മാറി അവർ വേറൊരു മതത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ അവരൊരിക്കലും അവരുടെ പേര് ചേഞ്ച് ചെയ്യുന്നില്ല, ഈവൻ അവരുടെ ഐഡൻറ്റിറ്റി അവർ ചേഞ്ച് ചെയ്യുന്നില്ല. അത് കാരണം വെച്ചാൽ ഒരു സ്റ്റേറ്റിൽ ഇപ്പോൾ എത്ര ക്രിസ്ത്യൻ ഉണ്ട്, എത്ര മുസ്ലിം ഉണ്ട്, അങ്ങനെ അറിയില്ല. ഈ പിന്നോക്ക വിഭാഗക്കാരെ കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റും ആക്കി കഴിഞ്ഞാൽ ഇവരുടെ ഈ എണ്ണം, നോർമലുള്ള ആൾക്കാരുടെ എണ്ണം കുറയും. പക്ഷേ സർക്കാർ ആനുകൂല്യം ഇവർക്കെല്ലാം കിട്ടുകയും ചെയ്യും. കാരണം ഈ സർക്കാരിൻ്റെ ആനുകൂല്യം എന്ന് പറഞ്ഞതും പിന്നോക്ക വിഭാഗത്തിനെ അവർ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ആനുകൂല്യമാണ് കൊടുക്കുന്നത്. SC/ST വിഭാഗത്തിനെയൊക്കെ കൊണ്ടുവന്ന് അവർക്ക് ആനുകൂല്യം കൊടുത്ത് അവരെ മുഖ്യധാരയിലേക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് ഈ ആനുകൂല്യങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചേക്കുന്നത്. പക്ഷേ ഈ മതപരിവർത്തനം നടത്തി അവരുടെ, അതായത് നാളെ ഒരു രാഷ്ട്രം പിടിക്കുക, മതത്തിൻ്റെ പേരിൽ രാഷ്ട്രത്തെ സെറ്റ് ചെയ്യാവുന്ന രീതി, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ മതപരിവർത്തനം നടക്കുന്നത്. അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലയിടത്തും ആൾക്കാർ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് മതമാറ്റത്തെ പറ്റി. പക്ഷേ എല്ലാവരും മതപരിവർത്തനം പറയുന്നുണ്ട്. പക്ഷേ ഈ മതപരിവർത്തനം നടത്തിയ ആൾക്കാർ, മതം മാറിയ ആൾക്കാർ അവരുടെ പേര് ചേഞ്ച് ആക്കിയോ, അല്ലെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി ചേഞ്ച് ആക്കിയോ, അവരുടെ ജാതി സർട്ടിഫിക്കറ്റിൽ ചേഞ്ച് ആക്കിയോ ഒന്നും ചെയ്യുന്നില്ല. അവരെന്താണോ, ഇപ്പോൾ രാമൻ്റെ പേരിൽ ഒരാൾ ക്രിസ്ത്യാനി ആയ അയാളുടെ പേര് രാമൻ തന്നെ ആയിരിക്കും, പക്ഷേ അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും. ഇപ്പോൾ നിങ്ങൾ ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കിയാൽ പല ഈഴവരും ക്രിസ്ത്യാനി ആവുന്നുണ്ട്. ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പേര് വരും മാറില്ല, കാരണം അവർക്ക് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യം അങ്ങനെ നിൽക്കും. അപ്പം പള്ളിയിൽ പോവും, പള്ളിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. ഇവർക്ക് മുസ്ലിം ആണെങ്കിൽ മുസ്ലിം പള്ളിയിൽ പോകും, നിസ്കരിക്കും. പക്ഷേ അവർ ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ട് ആ പിന്നോക്ക വിഭാഗം തന്നെ കണ്ടിന്യൂ ചെയ്യും. അതങ്ങനെ പോകും. ഇപ്പം നമ്മൾ തമിഴ്നാട്ടിൽ പോയാൽ തമിഴ്നാട്ടിൽ ഒരുപാട് ആൾക്കാർ, ഒരുപാട് ഹിന്ദുസ് കൺവേർഷനായി ക്രിസ്ത്യാനി ആയിട്ടുണ്ട്. തമിഴ്നാട്ടിലിപ്പോൾ ഭൂരിപക്ഷം ക്രിസ്ത്യനാണ്, നമ്മൾ ഈ ഹിന്ദുസാണ്, പേര് വെച്ചിട്ട് ഹിന്ദുസാണ്. പക്ഷേ ഈ ആൾക്കാരെ കൺവേർഷൻ വെച്ച് നോക്കിയാൽ ക്രിസ്ത്യനാണ് ഭൂരിപക്ഷം. ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, കർണാടകയിൽ മുസ്ലിംസാണ് ഇപ്പോൾ കൂടുതലുള്ളത്, ക്രിസ്ത്യൻസും കയറി വരുന്നുണ്ട്. നമ്മൾ ഹിന്ദു രാഷ്ട്രമാണ് 80%, ഒന്നുമില്ല. 80% ഹിന്ദുക്കൾ, എനിക്ക് തോന്നുന്നു ഒരു 65% ഹിന്ദുസ് ഉണ്ടാവുള്ളൂ. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യൻസാണ് കൂടുതലുണ്ടാവുക. കാരണം ക്രിസ്ത്യൻസാണ് ഓൾ ഓവർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടത്തുന്നത്. പക്ഷെ അവർ മതപരം നടത്തുന്ന വെച്ചാൽ കാരണം വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഹിന്ദു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ ഒരു തട്ടാട്ടുള്ള ജാതീയ ചിന്ത, ആ ഒരു ചിന്ത മാറാതെ അവിടെയുള്ള ആൾക്കാർക്ക് നോർമലായിട്ട് ജീവിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോഴും ആൾക്കാർ അമ്പലത്തിൽ കയറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരെ ഒരു സമൂഹത്തിലേക്ക് വരുമ്പോഴത്തേക്ക് കൂടെ ഇരുത്താൻ മടി, അതൊക്കെയാണ് പ്രശ്നം. അപ്പം നമ്മൾ മതപരിവർത്തനം ചർച്ച ചെയ്യുമ്പം എന്തുകൊണ്ട് മതപരിവർത്തനം നടക്കുന്നു എന്നുള്ളതും കൂടെ ചർച്ച ചെയ്യും. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്.
അപ്പോൾ ആൾക്കാർ മനസ്സിലാക്കുക, വെറുതെ നമ്മൾ മറ്റു മതങ്ങളെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ ഹിന്ദു ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനി മുസ്ലിം ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. ഇപ്പോൾ ഹിന്ദുക്കൾ ക്രിസ്ത്യാനി ആവുന്നുണ്ട്, ക്രിസ്ത്യാനി ഹിന്ദു ആവുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ തിരിച്ചും വരുന്നുണ്ട്, അതുപോലെ മുസ്ലിംസും വരുന്നുണ്ട്. ഇതിനെല്ലാം ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ അതാത് മതങ്ങൾ, അല്ലാതെ അതാത് നാടുകളിൽ അവർ താമസിക്കുന്ന നാടുകളിലെ ആ നാട്ടിലെ ഈ ഒരു ജാതീയമായ വ്യവസ്ഥ, ആ ഒരു ജാതീയ വ്യവസ്ഥ മാറാതെ മനുഷ്യന് പ്രോപ്പറായിട്ട് തിങ്ക് ചെയ്ത് മുന്നോട്ട് വരാൻ പറ്റത്തില്ല. കാരണം ഇങ്ങനെയുള്ള ചിന്തകൾ ഈ ഒരു ജാതീയ ഇന്ന് 21-ാം നൂറ്റാണ്ടിലും ഈ ടെക്നോളജി ലെവൽ ഇത്രയും വളർന്നിട്ടും മനുഷ്യൻ്റെ ഉള്ളിൽ ജാതിയും മതവും ഒക്കെ നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കൺവേർഷനും ഇങ്ങനൊരു കൺവേർഷൻ നടന്ന് മറ്റു ആൾക്കാരെ കൺവേർട്ട് ചെയ്ത് ഇത് കൺവേർഷനാക്കി അതിൽ നേതാവായി. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇപ്പോൾ ക്രിസ്ത്യാനികളായി കഴിഞ്ഞാൽ അതിന് നേതാവ് പള്ളിയിലച്ഛനാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഒരാളെ ക്രിയേറ്റ് ചെയ്ത് പള്ളിയിലച്ഛനാണ്. അയാളാണ് തീരുമാനിക്കുക ആര് വോട്ട് ചെയ്യണം അല്ലെങ്കിൽ ആർക്കൊക്കെ വോട്ട് ചെയ്യണം എന്ന് പറയുന്ന അവർ പറഞ്ഞ് കിട്ടി. അങ്ങനെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഉണ്ടാക്കി ഇലക്ഷൻ നടത്തുമ്പോൾ അവർ വോട്ട് ചെയ്ത് രാജ്യം അവരുടെ കയ്യിലാവുക. നാളെ അവരുടെ ഇഷ്ടത്തിന് ഭരിക്കുക. ആ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ മാറണം. ദൈവം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ പേഴ്സണൽ കാര്യമാണ്. അത് പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യുക, പേഴ്സണൽ വിശ്വസിക്കുക. രാഷ്ട്രം എന്ന് പറയുന്നത് എല്ലാവരുടെയും കൂടിയാണ്. അവിടെ ജാതിക്കോ മതത്തിനോ ഒരു സാധനവും ഇല്ല, അതിനപ്പുറമാണ്. എല്ലാവരും ഒരുമിച്ച് നിർത്തുന്ന ജാതിയിലും മതത്തിലുള്ള എല്ലാ ആൾക്കാരും ഒരുമിച്ച് നിർത്തുന്ന ഒരു സംഭവമാണ്, ഒരു പ്രസ്ഥാനമാണ് രാഷ്ട്രം എന്ന് പറയുന്നത്. ആ രാഷ്ട്രത്തിനകത്ത് ഇങ്ങനെയുള്ള വോട്ട് പിടിക്കാൻ വേണ്ടി വോട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ പല പ്രസംഗങ്ങളും കാണാം. ഇത്ര പേര് ഭൂരിപക്ഷമായാലും ഇത്ര പേര് വരും, അത്ര പേര് ഭൂരിപക്ഷം, ഇത്ര ഞങ്ങളുടെ ഏരിയ ഞങ്ങൾ ഭൂരിപക്ഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന വെച്ചാൽ ഈ കൺവെൻഷനാണ്. എല്ലാവരും ഇന്ത്യക്കാരാണ്, പക്ഷേ ഇതിനൊരു കൺവെൻഷൻ റേറ്റ് നമ്മുടെ സൗത്തിലാണ് ഇത് കൂടുതൽ, സൗത്തും പിന്നെ നോർത്ത് ഈസ്റ്റിലും ഭയങ്കരമായിട്ട് കൺവെൻഷനുണ്ട്. അത് അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലുള്ള സംഘടനകളാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അത് ക്രിസ്ത്യൻ സംഘടനകൾ വെച്ചാൽ മർത്തോമ, സിറിയ അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ, അവരാരും. പക്ഷേ അവർ നേരത്തെ കൺവെൻഷൻ നടത്തിയെന്ന് ഇപ്പോൾ അവർ കുറഞ്ഞു. ഇപ്പോൾ അവർ അത്രയും ഫോക്കസ് അല്ല, കാരണം അവർ ഓൾറെഡി ആൾക്കാരായി കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൺവെൻഷൻ തന്നെ ബെന്തക്കോസ് എന്ന് പറഞ്ഞൊരു സഭയാണ്. ബെന്തക്കോസിന് തന്നെ പല സഭകളുണ്ട്. ഗോഡ് സഭ, ബെന്തക്കോസ് സഭ, ദൈവസഭ എന്നൊക്കെ പറഞ്ഞ് കുറേ അവർ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനെല്ലാം ഫണ്ട് വിദേശത്ത് നിന്ന് വരുന്നുണ്ടാവും, അല്ലെങ്കിൽ ലോക്കലിൽ കിട്ടുന്നുണ്ടാവും. എനിവേ, അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിവരെ കാര്യമില്ല. ഇത് ഹിന്ദുക്കളുടെ നിൽക്കുന്ന ആ ഒരു അസമത്വം അവരെ അംഗീകരിക്കാൻ താഴ്ന്ന ആൾക്കാരാണ് അവർ മേലുള്ളക്കാർ പരസ്പരമുള്ള ഒരു പ്രശ്നത്തിൻ്റെ പുറത്തുണ്ടാകുന്ന ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ, പിന്നെ പട്ടിണി, ബുദ്ധിമുട്ട്, ജോലി കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമൊക്കെ വരുന്നതാണ് കൺവെൻഷന് പോകുന്നത്. അല്ലാതെ ആർക്കും കൺവെൻഷന് വേണ്ടി ഒരു കാര്യമില്ലല്ലോ. ഇപ്പോൾ ഏത് ദൈവത്തെ വിശ്വസിച്ചാലും നമ്മൾ ജീവിക്കുന്ന സ്ഥലം സെയിമാണ്, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഡെവലപ്മെൻറ്റ് സെയിം ആണെങ്കിൽ പിന്നെ നമ്മൾ ദൈവത്തെ വിശ്വസിച്ച് സെയിം ആയിട്ടും കാര്യമില്ല. അപ്പം പക്ഷേ അതിന് കൺവെൻഷൻ നടക്കുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റിന് വേണ്ടിയാണ് പലരും കൺവെൻഷൻ ചെയ്യുന്നത്. തിരിച്ചും ആൾക്കാർ വരുന്നുണ്ട്. കൺവെൻഷൻ നടത്തി ബെനിഫിറ്റ് പോകുമെന്ന് പറഞ്ഞിട്ട് മതം തിരിച്ചു വരുന്ന ആൾക്കാരുണ്ട്. കാരണം വെച്ചാൽ അതിന് കാരണം അവർക്ക് കിട്ടേണ്ട ബെനിഫിറ്റ് ഇല്ലാതായാലും അവർക്ക് ജീവിക്കാൻ പറ്റില്ല. ഇപ്പം ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ആ ഒരു അസമത്വം മാറാൻ വേണ്ടി എല്ലാവരും ട്രൈ ചെയ്യുക. ജാതിക്കും മതത്തിനും അപ്പുറം എല്ലാവരും ഇന്ത്യക്കാരാണ്, എല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും ഒരുപോലെ ഈ ഭൂമി ജീവിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി കാണാം. നമസ്കാരം.